ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. ഇത് ഗവൺമെൻറ് ആശാഭവൻ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമൊക്കെ ഭേദമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ വീടും നാടും അക്സെപ്റ്റ് ചെയ്യാത്തവരെ പാർപ്പിക്കുന്ന ഗവൺമെൻറ് സെൻറ്ററാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഭയങ്കര ഇമോഷണലി നമ്മളെ എന്തെങ്കിലും പിടിച്ചു നിർത്തിയൊരു പ്രോഗ്രാം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഓടിയെത്തിയത്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ഡോക്ടർ ഐശ്വര്യ മേഡം, ഇവിടുത്തെ സൂപ്രണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രോഗ്രാം എന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻവൈറ്റ് സിത്രാം 8 മാസമായി കുതിരവട്ടം മാനസികരോഗ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടും വീടും ഒന്നും അറിയാതെ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടുകാരാണെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞു. അവരെ പരിമിതമായ സാഹചര്യങ്ങളിൽ തിരഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനാവാതെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതി മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവരുടെ മകൻ നഷ്ടപ്പെട്ടു എന്ന ദുഃഖത്തിലും കഴിയായിരുന്നു. ഉത്തർപ്രദേശിലെ ഗ്രാമീണരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് IB ഓഫീസറും റിട്ടയർഡ് IB ഓഫീസർ ശിവൻകുട്ടി സാറും അതുപോലെ ഡോക്ടർ ഐശ്വര്യ മേഡം തുടങ്ങിയ നിരവധി ആളുകളുടെ പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വീടും നാടും ഒക്കെ കണ്ടെത്തുകയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഗോത്രഭാഷ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഗ്രാമീണ ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന, അധികം പഴയ ഓർമ്മകളിലേക്കൊന്ന് റീകളക്ട് ചെയ്ത് പോകാൻ പറ്റാതിരുന്നൊരവസ്ഥയിൽ പറഞ്ഞ ചില ഹിൻഡുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാടും വീടും ഒക്കെ സമയമെടുത്ത് അവർ മനസ്സിലാക്കിയെടുത്തതും. പിന്നെ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, ആ വീട്ടുകാർ വരികയാണ് അദ്ദേഹത്തെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാൻ. നമ്മൾ പറയാറില്ലേ, നമുക്ക് കാത്തിരിക്കുന്ന ഒരു വീടും നാടും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം, സ്നേഹം ഒക്കെ അതാണെന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ. അപ്പോൾ അവർ വന്ന് അദ്ദേഹത്തെ തിരിച്ചു കൂട്ടി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ മൊമെൻ്റ് കാണുക, ഇതാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് സാക്ഷിയാകുക എന്ന് പറയുന്നത് ലൈഫിൽ അപൂർവ ഭാഗ്യങ്ങളിലൊന്നായിട്ട് നമ്മൾ കാണാം. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിന് നമ്മൾ ഭയങ്കര ഹൃദയം നിറഞ്ഞ് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ നാടും അവരുടെ വീടും ആ സ്നേഹമൊക്കെ തിരിച്ചറിയട്ടെ. ആ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ അവർക്കൊക്കെ ജീവിക്കാൻ പറ്റട്ടെ. ഇതൊക്കെ തന്നെയായിരുന്നു ആ നിമിഷവും, എല്ലാ നിമിഷവും നമ്മളുടെ പ്രാർത്ഥന. കാരണം ഏറ്റവും വലിയ സങ്കടം നമുക്കെല്ലാവരും ഉണ്ടായിട്ടും നമ്മളെ ആർക്കും വേണ്ട എന്നാകുന്നതാണല്ലോ. അപ്പോൾ ഈ സിദ്റാമിന്, അതായത് ഫ്യൂച്ചറിൽ ഭയങ്കര ഹാപ്പി നിറഞ്ഞ, അല്ലെങ്കിൽ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ നിറഞ്ഞ ലൈഫാകട്ടെ എന്ന് കൂടെ നമ്മൾ ആശംസിക്കുക ഈ ഒരു സമയത്ത്. ഇതാട്ടോ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെ വന്നത് നമ്മുടെ 2 സ്റ്റുഡൻസ് ആയിരുന്നു, നിതിലും അതുപോലെ നെഹലയും. അപ്പോൾ അവരുടെ സപ്പോർട്ടും ഭയങ്കര ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് ഐശ്വര്യമേടാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ജെൻഡർ പാർക്കിലെ കുറച്ച് സ്പേസൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ഇരിക്കുക.